പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കുകയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ 16/8/2024 വരുന്നതായിരിക്കും. അതിനുശേഷം 19/8/2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. നിങ്ങളിപ്പോൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ച് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം 3 അലോട്ട്മെൻറ്റുകളാണ് വരിക. അതിനുശേഷം പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകൾ പരിഗണിക്കുന്നതല്ല. അതിന് പിന്നീട് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടി വരുന്നതാണ്. അതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓപ്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പലരും പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിനും കോഴ്സിനും നേരെയുള്ള ഓപ്ഷൻ നമ്പർ നൽകാവുന്ന ബോക്സിൽ ഓപ്ഷൻ നമ്പർ നൽകിയ ശേഷം ഏറ്റവും താഴെ നൽകിയിരിക്കുന്ന സേവ് എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ മതിയാകുമോ? അതിനുശേഷം പിന്നെ വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയം. അതുമതി. അതിനുശേഷം പിന്നെയൊന്നും ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഇല്ല. നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകുന്ന ഓപ്ഷനുകൾ ഇങ്ങനെയൊരു ലൈറ്റ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥി സെലക്ട് ചെയ്ത് നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളാണ് ഇവിടെ കാണാവുന്നത്. ഈ ഒരു വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന 1ാമത്തെയും 2ാമത്തെയും 9ാമത്തെയും 16ാമത്തെയും ഓപ്ഷനുകളാണിത്. സെലക്ട് ചെയ്ത് നൽകിയിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളും ഏറ്റവും താഴെ കാണിക്കുന്നതാണ്. ഏറ്റവും താഴെ സേവ് എന്ന ഐക്കണിൻ്റെ താഴെയായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കോളേജ് കോഴ്സ് ഓപ്ഷൻസ് കാണിക്കുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥി 19 ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഓപ്ഷൻ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള ലിങ്ക് ഏറ്റവും താഴെ നൽകിയതും കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു PDF ഫയൽ വരുന്നതാണ്. അതിൽ കൃത്യമായിട്ട് എല്ലാ ഓപ്ഷനുകളും PDF ഫയലിൽ നൽകിയത് ഇവിടെ കാണാവുന്നതാണ്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ്. ട്രയൽ വന്നാൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യണം? നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു സമയത്തും നിങ്ങൾക്ക് ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പുതിയ ഓപ്ഷൻ ആവശ്യമുണ്ട് എങ്കിൽ അവ നൽകാം. പഴയത് ഓൾറെഡി നൽകിയിട്ടുള്ളത് ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ മുന്നിലുള്ള ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് എങ്കിലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ട് കൂടുതൽ ഗുണമൊന്നുമില്ല. നിങ്ങൾ മുന്നിൽ നൽകിയ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ വേണ്ട റാങ്ക് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അതിൽ ലഭിക്കാതെ പോയത്. പിന്നെ അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കൂടുതൽ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതായത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, കുറഞ്ഞ റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുക. എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷൻ നൽകുന്ന പ്രധാനപ്പെട്ട കോളേജുകളിൽ തന്നെ ഓപ്ഷൻ നൽകുകയാണ് എങ്കിൽ റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യതയും കുറയുന്നതാണ്. ട്രയൽ സമയത്ത് ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ അവസരം ലഭിക്കുന്നതുകൊണ്ട് ട്രയൽ ലഭിക്കുന്ന എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ട്രയൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ഓപ്ഷൻ നൽകുകയാണ് എങ്കിൽ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാനുള്ള ചെറിയ സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.